I'm quite happy today that we have given homes to many of our sisters and their families. എനിക്കേറെ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് കുടുംബങ്ങൾക്ക് അവർക്ക് അത്താണിയാകുന്ന വീട് നൽകുന്ന ഒരു ചടങ്ങിന് കൂടി സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ. For different reasons, they had setbacks in their life. They were struggling. And I'm happy that the Congress leaders, Congress workers have got together and given them shelter. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഒരു അഭയകേന്ദ്രമായി വീടില്ലാത്ത നിരവധി ആളുകൾക്ക് കോൺഗ്രസിൻ്റെയും UDFിനെയും പ്രവർത്തകർ അവരുടെ അധ്വാനം കൊണ്ട് വീടൊരുക്കി കൊടുക്കുന്നതിന് ഭാഗവാക്കായി എന്നുള്ളതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ്. And just now I told Venugopal that I think next round of houses, all the Congress leaders, including me, should be involved in building them. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അടുത്ത ഭവന നിർമ്മാണത്തിൽ നമ്മളിന്നിപ്പോൾ 25 വീടുകളാണ് നൽകിയിരിക്കുന്നത്. 25 വീടുകളുടെ കൂടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിൻ്റെ പണിയുടെ നിർമ്മാണത്തിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം രാഹുൽ ഗാന്ധി കൂടി പങ്കെടുക്കും. നിർമ്മാണത്തിൻ്റെ വേലയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. I think one of the big changes that we have to make in our country is respect and dignity of labor. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മാറ്റം നമ്മൾ വരുത്തേണ്ടത് നമ്മൾ അധ്വാനത്തിന് ബഹുമാന്യതയും ആദരവും നൽകുക എന്നുള്ളതാണ്. So I think it's a good signal if we build these houses, put some bricks, maybe do some painting, and show the people of Wayanad and the people of the country that physical labor is valuable and is dignified. ശാരീരിക അധ്വാനത്തെ ഇതുപോലെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള ഒരു സന്ദേശമായിട്ട് ഇപ്പം നിർമ്മിക്കാൻ പോകുന്ന വീടുകൾക്ക് കല്ലുകൾ വെച്ച് കൊടുക്കുന്നതായാലും അത് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നതായാലുമുള്ള പ്രക്രിയയിൽ നമ്മൾ ഭാഗവാക്കാകുന്നതോടുകൂടി ആ അധ്വാനത്തിൻ്റെ ശക്തിക്ക് ഒരു വലിയ സന്ദേശവും സല്യൂട്ടും നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. Many of us live in houses, but we never ask the question, who built this house? Who put these bricks? Who built this wall? Who painted the wall? Who set up the structure? And I think it's a very important question to ask. നമ്മളിൽ എല്ലാവർക്കും മിക്കവാറും ആളുകൾക്ക് വീടുണ്ട്, നല്ല വീടുകളുണ്ട്. പക്ഷേ നല്ല വീടുകളിൽ ആരും ആലോചിക്കാറില്ല ഈ വീടിൻ്റെ കല്ല് ആരാണ് വെച്ചത്, ഈ വീടിനാരാണ് പെയിൻറ് നടത്തിയത്, ഈ വീടാണ് ഫിനിഷിങ് നടത്തിയത്, അതിൽ ആശാരപ്പണി എടുത്തത് ആരാണ്. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കുന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണെന്ന് നമ്മൾ കരുതുകയാണ്. When we first discussed this project among our leaders, there was quite a lot of enthusiasm and they were quite excited about doing this with the people of Wayanad. നമ്മൾ ഈ ആദ്യം തന്നെ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ഇവിടുത്തെ നേതാക്കന്മാരുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അവരിലൊക്കെ തന്നെ വലിയ ആവേശമുണ്ടായിരുന്നു. അവർക്ക് തന്നെ അവർ ആശ്ചര്യമാർന്ന കണ്ണുകളുമായിട്ടാണ് അതിനെ നോക്കിക്കണ്ടത്. അതൊക്കെ തന്നെ വലിയ തോതിൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. We chose the name Kaithangu, which means helping hand in your beautiful Malayalam. ഇതിനെ ഈ പദ്ധതിയെ നമ്മൾ വിളിക്കുന്നത് കൈത്താങ്. കൈത്താങ് മലയാളത്തിൽ അത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും സഹായിക്കാനുള്ള ഒരു കൈ ശക്തി, ഒരു കൈ സഹായം എന്നുള്ള ആ കൈത്താങ്ങിനെയാണ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് തന്നെ. And there were many challenges. It looks quite simple, but there were many challenges in this project. ഇത് നോക്കുമ്പോൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ലളിതമായിട്ട് തോന്നും, പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ പദ്ധതിക്ക്. How to choose the beneficiaries because there were so many.
ഏറ്റവും വലിയ വെല്ലുവിളി ഗുണഭോക്താക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് അപേക്ഷകരായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. The houses were built in difficult terrain. വിവിധ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങളിലാണ് വീടുകൾ നിർമ്മിക്കേണ്ടി വന്നത്. With hills, with poor roads. റോഡ് സൗകര്യമില്ലാത്ത പർവ്വതങ്ങൾക്കടുത്തുള്ള കുന്നുകൾക്കടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് വീട് നിർമ്മിക്കേണ്ടി വന്നത്. And because we want to build as many houses as possible, we wanted to keep the costs quite low. കുറേ വീടുകൾ നിർമ്മിച്ചു നൽകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വലിയ ആഡംബര വീടുകൾ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. But without compromising on the minimum requirement and the quality. അടിസ്ഥാനപരമായി വേണ്ടുന്ന കാര്യങ്ങൾക്കൊന്നും വിട്ടുവീഴ്ച ചെയ്യാതെ കുറച്ച് ഭേദപ്പെട്ട വീടുകൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. So I'm quite happy today that we have been able to give 25 families a place to stay. ഈ വക കാരണങ്ങളാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. 25 കുടുംബങ്ങൾക്ക് കയറി താമസിക്കാൻ ഒരു കൂര നൽകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാം. And I was also quite happy, and I had promised them a house, so I was quite happy that I was able to fulfill that promise. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമായ വഴികളിൽ വഴിമുട്ടി നിൽക്കുന്ന ചില ആളുകളെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ചില കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിൽ ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുത്തിരുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും, ആവശ്യത്തിന് ഞങ്ങൾ ഉണ്ടാകും. എനിക്ക് സന്തോഷമുണ്ട്, അത്തരം പരിചിതമായ കുറച്ച് മുഖങ്ങളെ ഇപ്പോൾ എനിക്കിവിടെ ഈ വീട് നൽകുന്ന പ്രക്രിയയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് എനിക്കേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. So I would like to thank project and who supported us. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ നേതാക്കന്മാർക്കും, ബ്ലോക്ക് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും നേതാക്കന്മാർ, UDFൻ്റെ പ്രവർത്തകർ, നേതാക്കൾ, അവരോട് എല്ലാവരോടും ഞാൻ അങ്ങേയറ്റം നന്ദി രേഖ. I'd also like to thank the people of Wayanad who helped us complete these houses and fulfill the dream for these 25 families. ഈ വീട് നന്ദി രേഖപ്പെടുത്തുകയാണ്. And I would very much like that the people of Wayanad help us with this project and help us give as many houses as possible to people who are struggling for shelter. വീടിന് വേണ്ടി അങ്ങേ വയനാട്ടിലെ ജനങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. And to the beneficiaries, I'd like to say, we know that you have struggled over the last few years. ഇതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു വീടിന് വേണ്ടി നടത്തുന്ന യാതനാപൂർണമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്കറിയാം. And we also understand that giving you shelter is not going to solve your problems. നിങ്ങൾക്കൊരു വീട് കിട്ടിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. But we want you to know that we are very proud of you, of the dignity with which you have faced your difficulties. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ എല്ലാം ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധ. And I would also like to say that in choosing our beneficiaries, we have not looked at political considerations at all. ഞങ്ങളെ ഗുണഭോക്താക്കളെ നോക്കുമ്പോൾ നിങ്ങളെല്ലാം എനിക്ക് പറയാൻ കഴിയും നിശ്ചയദാർഢ്യത്തോടെ, ഒരു രാഷ്ട്രീയമായ പരിഗണനയും നോക്കിയിട്ടല്ല ഈ വീടുകളെല്ലാം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആർജവത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. For us, all the people of Wayanad are our family, and anybody who is in trouble, we would proudly help. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഓരോ ജനങ്ങളും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ പങ്കുചേരാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കാവുന്നതുമാണ്. Today I held the meeting which we hold periodically about development in the constituency, Disha meeting.
ഇന്ന് ഞാൻ നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ച ദിശയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി, മറ്റു പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയുണ്ടായി. And I also went to see the family of a young man who was killed by a tiger. നിങ്ങൾക്കറിയാം, കടുവയുടെ ആക്രമണമേറ്റ് മരിച്ചു വീണ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ഞങ്ങൾ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്, മാനന്തവാടിയിലെ തോമസിൻ്റെ വീട്ടിൽ. And they told me that they felt a proper medical facility here, medical college here. അവിടെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാം എന്നോട് പറയുകയുണ്ടായി, ആ അപകടം നടന്ന സന്ദർഭങ്ങളിൽ ആവശ്യമായിട്ടുള്ള തീവ്ര പരിചരണം, ആരോഗ്യ പരിചരണം കിട്ടിയിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള ഒരു സങ്കടം അവർ എന്നോട് പറയുകയുണ്ടായി. We've written to the Chief Minister, we've raised this issue on. It is taking so long to develop a medical college in Wayanad. ഭാരത് ജോഡോ യാത്രയുമായി നടക്കുന്ന സമയത്താണെങ്കിലും വിവരം കേട്ട ഉടനെ തന്നെ ആ കുടുംബത്തെ രാഹുൽജി വിളിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് തന്നെ കേരള മുഖ്യമന്ത്രിക്ക് കുടുംബത്തിൻ്റെ സങ്കടം വെച്ചുകൊണ്ട് കത്തെഴുതുകയുണ്ടായി. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ബോർഡിൽ മാത്രം നിൽക്കുന്നതല്ല. ആ മെഡിക്കൽ കോളേജ് ആയിരുന്നുവെങ്കിൽ അവിടുത്തെ ആ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. For us, this is not a political issue, it is a humanitarian issue. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇത് ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. And the Chief Minister should view it in that manner. മുഖ്യമന്ത്രി അങ്ങനെ ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. And he should expedite the building of a medical college in this constituency. അതുകൊണ്ട് അദ്ദേഹം ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വാഗ്ദാനം നൽകുന്ന കാര്യം യാഥാർത്ഥ്യമാക്കാൻ അടിയന്തരമായിട്ട് ഇടപെടണമെന്നുള്ള കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. I mentioned to you about the man-animal conflict, and again, hundreds of people are killed by animals in our constituency. നിങ്ങൾക്കറിയാം, ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വിഷയങ്ങളാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് നോക്കിയാൽ നൂറുകണക്കിന് ആളുകളാണ് നമ്മുടെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിന് human beings and animals. ഇത് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം സർക്കാരിനാണ്. മനുഷ്യജീവൻ അപകടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ മൃഗങ്ങളെയും മനുഷ്യരെയും ആ രീതിയിൽ കണ്ടുനടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കാര്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. You're all aware of the buffer zone issue. We are happy that the Supreme Court is taking cognizance and looking into the matter, but it's also important that this issue is resolved as soon as possible. ബഫർ സോൺ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. വയനാടിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഫർ സോൺ വിഷയം. ആശ്വാസകരമായ ഒരു കാര്യം, സുപ്രീം കോടതി അക്കാര്യത്തിൽ അനുകൂലമായ ഇടപെടലുകളുമായി വന്നിട്ടുണ്ട് എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. അത് ആശ്വാസകരമാണ്. പക്ഷേ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നൊരു കാര്യമില്ല. അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സത്വരമായ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യവും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. I am told that no properties are being bought and sold there, and I think it's important that we allow people to take advantage of their properties. ഞാൻ മനസ്സിലാക്കുന്നത്, പലരും എന്നോട് പറയുകയുണ്ടായി, ആ പ്രദേശങ്ങളിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഭൂമി കൈമാറ്റം പോലും നടക്കുന്നില്ല ഇപ്പോൾ എന്നുള്ള കാര്യം. ഈ കാര്യത്തിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയുണ്ടായി. അവരുടെ ഭൂമിയുടെ അവകാശം അവർക്കുള്ളതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. Throughout the Bharat Jodo Yatra, I met farmers who are unhappy. ഭാരത് ജോഡോ യാത്രയിലുടനീളം
And I think it's very important that both the national government and the state government support our farmers and develop a strategy for the productive class, for the farming class in India. നമുക്ക് പറയാനുള്ളത് രണ്ട് ഗവൺമെൻറ്റുകളും, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൃഷിക്കാരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. And when I say farmers, I also include the laborers who work on their farms. ഞാൻ കൃഷിക്കാരെന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് കൃഷിക്കാരെ മാത്രമല്ല, കാർഷിക ഇടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കൂടിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. Few days ago I gave a speech in Parliament about the relationship between our Prime Minister and Mr. Adani. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പാർലമെൻറ്റിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിലെ മുഖ്യമായ കാതിൽ നമ്മുടെ പ്രധാനമന്ത്രിയും മിസ്റ്റർ അഡാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. I spoke in the most polite, respectful tone. ഞാൻ വളരെ വിനയാന്യതനായി ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഓരോ വാക്കും സംസാരിച്ചത്. I did not use any bad language. ഞാൻ ഒരു മോശപ്പെട്ട ഭാഷയും ഉപയോഗിച്ചിട്ടില്ല. I did not abuse anybody. ആരെയും ആക്ഷേപിച്ചിട്ടില്ല. I just raised certain facts. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ഉയർത്തിക്കാട്ടി എന്ന് മാത്രം. I pointed out how Mr. Adani traveled with the Prime Minister to foreign countries. ഞാൻ ചോദിച്ചു. And then immediately after was rewarded by getting contracts in these countries. ഞാൻ എൻ്റെ ഒരു വിനയമായ സ്വരത്തിൽ ചോദിച്ചു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എങ്ങനെയാണ് അഡാനി യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത് മാത്രമല്ല, യാത്ര കഴിഞ്ഞ് പുറത്ത് വന്നാൽ ഉടനെ തന്നെ ആ പോയ രാജ്യത്തിലെ വ്യവസായ വാണിജ്യ രംഗവുമായിട്ട് അഡാനി എങ്ങനെയാണ് കരാർ ഒപ്പിടുന്നത് ആ ഗവൺമെൻറ്റുമായിട്ട്? I showed how 30% of the airport traffic is today controlled by Mr. Adani simply because he has a relationship with the Prime Minister. ഞാൻ ചോദിച്ചു, നമ്മുടെ രാജ്യത്തെ 30% വിമാനത്താവളങ്ങളുടെയും പങ്കാളിത്തം അഡാനി വഹിക്കുന്നു. ഒരേ ഒരു കാരണം മാത്രം, അഡാനിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ആ വിമാനത്താവളങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. I spoke about how the rules were changed so that Mr. Adani could get these airports. നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ, ചട്ടങ്ങൾ എങ്ങനെയാണ് അഡാനിക്ക് വേണ്ടി ചെയ്തത്, അദ്ദേഹത്തിന് എയർപോർട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി, വിമാനത്താവളം കിട്ടുന്ന ചെയ്തത് എന്ന കാര്യം ഞാൻ ചോദിക്കുകയുണ്ടായി. Earlier, people who did not have experience in running airports were not allowed to participate. നേരത്തെയുള്ള വിമാനത്താവള സ്വകാര്യവൽക്കരണ കാര്യങ്ങൾ വന്നാൽ കൃത്യമായൊരു കണ്ടീഷൻ ഉണ്ടാകുമായിരുന്നു, ഒരു നിബന്ധന ഉണ്ടാകുമായിരുന്നു. വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് അനുഭവപരിചയമില്ലാത്ത ആരെയും അത്തരം കരാറുകളിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കാര്യം. And the rules were changed to allow Mr. Adani to participate. അദാനി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ആ ചട്ടം ഭേദഗതി ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് പരിചയമില്ലായിരുന്നു ഈ രംഗത്ത്. The Niti Aayog, other institutions commented on this and said he should not be allowed, but he was still allowed. നീതി ആയോഗവും അതുപോലുള്ള മറ്റു സ്ഥാപനങ്ങളും, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കൊടുത്തു. A official in Sri Lanka stated in a meeting in Sri Lanka, in a public hearing, that the President of Sri Lanka told him that Mr. Modi had pressurized him to give a contract to Mr. Adani in Sri Lanka. ശ്രീലങ്കയിലെ ഒരു പ്രധാനപ്പെട്ട ഔദ്യോഗിക തലത്തിലിരിക്കുന്ന ആൾ സൂചിപ്പിക്കേണ്ടായി, അദ്ദേഹം പരസ്യമായി പുറത്ത് പറഞ്ഞു, ശ്രീലങ്കൻ പ്രസിഡന്റ് അദ്ദേഹത്തോട് പറയേണ്ടായെന്ന്, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീലങ്കയിലെ ഒരു പ്രധാനപ്പെട്ട കോൺട്രാക്റ്റുകൾ മിസ്റ്റർ അഡാനി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ശുപാർശ ചെയ്തു എന്നുള്ള കാര്യം. Immediately after the Prime Minister went to Bangladesh, Mr. Adani gets a contract from Bangladesh. ബംഗ്ലാദേശിൽ നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതിന് ഉടനെ തന്നെ അവിടുത്തെ ഒരു കരാറും അഡാനിക്ക് കിട്ടുകയുണ്ടായി. Mr. Adani and the Prime Minister go to Australia. The State Bank gives a loan of $1 billion
to Mr. Adani for a mining project? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയയിലേക്ക് നരേന്ദ്രമോദി സന്ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ, പ്രധാനമന്ത്രി സന്ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ $10 ലക്ഷം ഒരു കോൺട്രാക്റ്റാണ് അദാനിക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടി വന്നു. The biggest, most strategic airport, Mumbai airport, is taken over by Mr. Adani after agencies threaten the people who ran the airport. ഏറ്റവും പ്രധാനപ്പെട്ട മുംബൈ വിമാനത്താവളം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഏജൻസികളെ വെച്ചുകൊണ്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദാനി ഏറ്റെടുത്തിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. And after I gave this speech, most of my speech was edited out and was not allowed to go on the record of Parliament. ഞാൻ പ്രസംഗിച്ച ശേഷം എൻ്റെ ബഹുഭൂരിഭാഗം പ്രസംഗങ്ങളും രേഖകളിൽ നിന്നും നീക്കം ചെയ്ത് അത് പുറത്ത് പ്രസിദ്ധീകരണത്തിന് കൊടുക്കരുതെന്നുള്ള ഉത്തരവാണ് ഉണ്ടായത്. Apparently, saying the name Adani and Ambani together is to insult the Prime Minister of India. ഇപ്പം വന്നിരിക്കുന്നൊരു കാര്യം, അദാനിയുടെയോ അംബാനിയുടെയോ പേര് ഉപയോഗിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടുള്ള രീതിയിലാണ്, അദ്ദേഹത്തെ മോശമാക്കുന്ന രീതിയിലാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്, ഗവൺമെൻറ് തന്നെ എടുത്തിരിക്കുന്നത്. But you can see pictures of them together all across the internet. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവരോടൊപ്പമുള്ള ചിത്രങ്ങൾ, പ്രധാനമന്ത്രി ചിത്രങ്ങൾ നിങ്ങൾക്ക് എവിടെയും പോയാൽ കാണാൻ കഴിയും, എവിടെയും ഉണ്ടത്. You can see the Prime Minister flying in Mr. Adani's plane. അദാനിയുടെ വിമാനത്തിൽ പ്രധാനമന്ത്രി ട്രാവൽ ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. You can see him relaxing, laughing with Mr. Adani inside his plane. പ്രധാനമന്ത്രിയുടെ വിമാനത്തിലിരുന്നുകൊണ്ട് അവിടെ വിശ്രമിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. Mr. Adani travels on delegations with the Prime Minister to foreign countries. വിദേശങ്ങളിലേക്ക് പോകുന്ന പ്രതിനിധി സംഘങ്ങളുടെ ഭാഗമായിട്ട് അദാനി പോവുകയും ചർച്ച ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. He magically arrives in foreign countries when the Prime Minister is there. വളരെ മാന്ത്രിക വിദ്യ എന്ന പോലെ പ്രധാനമന്ത്രി വിദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയും പറന്നെത്തുകയും അവിടെ ഭാഗമാക്കുകയും ചെയ്യും നമ്മൾ കാണാറുണ്ട്. And nothing that I said was untrue. It is all factual. ഞാൻ പറഞ്ഞതൊക്കെ ഉറച്ചു പറയുന്നു, അതെല്ലാം സത്യമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞത് പാർലമെന്റിൽ. And anybody can go in the internet, go to Google and ask the questions I have asked and you will find over there. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം, പരിശോധിക്കാം. ഞാനിവിടെ ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ചാൽ ഞാൻ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. According to the rules, a speech can be, parts of a speech can be removed from the record if you are saying something without support or if you are insulting someone. നിങ്ങൾ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നീക്കം ചെയ്യാം. എങ്ങനെ, എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്ന ഭാഗങ്ങളിൽ സത്യങ്ങളെ തീരെയില്ല, തെളിവുകളില്ല. അതോടൊപ്പം നിങ്ങൾ ആരെയെങ്കിലും മോശക്കാരാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി തേജോവധം ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ. I did not insult anybody. I used the kindest language, the most polite language, and everything I said was based on proof. ഞാൻ ആരെയും തേജോവധം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ വളരെ ലളിതമായിട്ടുള്ള മാന്യമായ ഭാഷയിലാണ് സംസാരിച്ചത്. ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ പ്രസംഗ ഭാഗങ്ങൾ നീക്കം ചെയ്തു. I was asked to show proof with regards to what I said, and I have written a letter to the Speaker with every single point that they have removed and the supporting proof. എന്നോട് ചോദിക്കുകയുണ്ടായത് പാർലമെന്റിലെ സെക്രട്ടേറിയറ്റ്, ഞാൻ പ്രസംഗിച്ചതിൻ്റെ തെളിവുകൾ വേണം എന്ന്. ഞാൻ സ്പീക്കർക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ച ഓരോ കാര്യങ്ങളുടെയും തെളിവടക്കം, എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള കാര്യം ഞാൻ സ്പീക്കർക്ക് കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്, ലോക്സഭാ സ്പീക്കർക്ക്. But I don't expect that my words will be allowed to go on the record. പക്ഷേ എൻ്റെ വാക്കുകൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ, ബഹുമാനത്തോടെ വിനയത്തോടെ പറഞ്ഞ വാക്കുകൾ രേഖകളിൽ നിന്നും പുറത്തു പോകുന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. At the same time, the Prime Minister directly insults me. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതേ സമയം പ്രധാനമന്ത്രി
അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയുണ്ടായി. He says, why is your name Gandhi and not Nehru? അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഹുൽ നെഹ്റു അല്ലാത്തത് രാഹുൽ ഗാന്ധി ആയത് എന്നർത്ഥത്തിലാണ് അദ്ദേഹം ചോദിച്ചത്. So the Prime Minister of the country directly insults me, but his words are not taken off the record. പ്രധാനമന്ത്രി എന്നെ വളരെ പ്രത്യക്ഷമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വരിയും രേഖകളിൽ നിന്നും മാറ്റിയിട്ടില്ല. But it does not matter because the truth always comes out. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സത്യം എല്ലായ്പ്പോഴും പുറത്തു വരിക തന്നെ ചെയ്യും. And all you had to do was look at my face when I was speaking and look at his face while he was speaking. സംസാരത്തിൻ്റെ ഭാഷ, ശരീരഭാഷ, നിങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പോഴുള്ള ശരീരഭാഷയും ബഹുമാനപ്പെട്ട മോഡി സംസാരിക്കുമ്പോഴുള്ള ശരീരഭാഷയും നിങ്ങൾ ടെലിവിഷനിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എവിടെയാണ് സത്യം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. Look at how many times he drank water, how his hand was shaking when he was drinking water, and you'll understand everything. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം വെള്ളം കുടിക്കുന്നുണ്ടായി, അദ്ദേഹത്തിൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ അതുകൊണ്ടാണ് ശരീരഭാഷ നമ്മളോട് പറഞ്ഞു തരും എന്താണ് യഥാർത്ഥ സത്യം. അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹം ഏറ്റവും ശക്തവാനായ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും ഭയപ്പെടുന്നു എന്നും. He doesn't realize the absolute last thing I'm scared of is Narendra Modi. He doesn't realize that the absolute last thing I'm scared of is Narendra Modi. It doesn't matter whether he's the Prime Minister of India, whether he has all the agencies, doesn't matter. അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്നത് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളും CBI, ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, IT എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട്. ആ കാര്യമാക്കുന്നില്ല. Because the truth is not on his side. അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. And one day he will be forced to face his truth. ഒരു ദിവസം ഈ സത്യത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. So I'd like to thank all of you. If you get a chance, see the parliament speech, because it's important that you understand what is going on in the country. It's important that you understand the nexus between the Prime Minister and Mr. Adani. Mr. Adani, there's a list of wealthy people in the world. And in 2014, Mr. Adani was 609th on that list. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പാർലമെൻറ്റ് നടപടികളൊന്ന് പരിശോധിക്കണം. എൻ്റെ പ്രസംഗം ഒന്ന് മനസ്സിലാക്കണം. മോഡിയുടെ പ്രസംഗവും കേട്ടോളൂ. കാരണം നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പരിപൂർണമായി ബോധവാന്മാരാകേണ്ടതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അഡാനി സാമ്പത്തിക ധനാഢ്യന്മാരുടെ കൂട്ടത്തിൽ 609ാമത് സ്ഥാനത്തായിരുന്നു. And from 609th on that list, he became second on the list. ഈ അടുത്ത കാലത്ത് ആ ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 609ാമതുകാരൻ രണ്ടാമനായി ലോകത്തിൽ മാറുന്നതാണ് നമ്മൾ കണ്ടത്. He got all the airports, the ports, defense contracts, coal contracts, mining contracts, road contracts, agriculture, every industry Mr. Adani is set to monopolize. അദ്ദേഹം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മേഖലകളെയും കൈയടക്കിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കോൺട്രാക്റ്റുകൾ, റോഡ് വികസന പദ്ധതികൾ, അതുപോലെ തന്നെ ടെലികോം വികസന പദ്ധതികൾ, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ വ്യവസായ ശൃംഖലകളുടെയും പ്രധാനപ്പെട്ട പങ്കാളിത്തത്തിലേക്ക് അദാനി എത്തിച്ചേർന്നിരിക്കുകയാണ്. And there are shell companies abroad that are sending thousands of crores of rupees into India
and nobody knows who these shell companies belong to. വിദേശ രാജ്യങ്ങളിലുള്ള ഷെൽ കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. പക്ഷെ ആർക്കും അറിയില്ല ആരാണ് ഈ കമ്പനികൾക്ക് പിന്നിൽ, ആരാണ് ഈ കമ്പനിയുടെ യഥാർത്ഥമായ പ്രഭവ കേന്ദ്രങ്ങൾ, എവിടെ നിന്നാണ് ഇവർക്ക് പണം വരുന്നതെന്ന് ആർക്കും അറിയില്ല. The question is, who does this money belong to that is in these shell companies that is coming into India? ഈ ഷെൽ കമ്പനികളുടെ പിന്നിലുള്ള പണം ആരുടേതാണ് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ചോദ്യം നമ്മുടെ മുന്നിലുള്ളത്. I asked the Prime Minister some questions. I asked him about his relationship with Mr. Adani. I asked him about how Mr. Adani has grown so fast. The Prime Minister did not answer a single question. ഞാൻ പ്രധാനമന്ത്രിയോട് ചോദിച്ച ഈ വക ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഈ കമ്പനികൾ അഡാനിയുമായിട്ട് അദ്ദേഹത്തിലുള്ള ബന്ധം, എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അദ്ദേഹം വളർന്നു, എങ്ങനെയാണ് അദ്ദേഹം വളർന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും ഒരക്ഷരം പ്രധാനമന്ത്രി ഉരിയാടിയില്ല, മറുപടിയായിട്ട് പറഞ്ഞില്ല. His response to my questions was, why are you not called Nehru? Why are you called Gandhi? എൻ്റെ പ്രസംഗത്തിനുള്ള ഏക മറുപടി അദ്ദേഹം എന്നുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ നെഹ്റു എന്ന് പറയാത്തത്, ഗാന്ധി എന്ന് പറയുന്നു എന്നുള്ളതാണ്. Because generally, I don't know, maybe Mr. Modi doesn't understand this, but generally in India, our surname is the surname of our father. എന്താണെന്നറിയില്ല, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പൊതുവായിട്ട് നമ്മുടെ പേര് വിളിക്കുമ്പോൾ ആ പേരിനോടൊപ്പം അച്ഛൻ്റെ പേരിൻ്റെ ഭാഗമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. So I'd like to thank all of you for coming here. It's always a pleasure. It's always a pleasure for me to come here. When I was on the yatra, I said to some journalists in Kashmir that, I felt when I walked into Kashmir that I was coming home. Venugopal is struggling with translation today. I said when I went to Kashmir, I told some of the journalists who asked me, what are you feeling? I said, I'm feeling as if I've come home. കശ്മീരിലേക്ക് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പല പത്രമാധ്യമ പ്രവർത്തകർ ചോദിക്കുകയുണ്ടായി, എന്താണ് താങ്കളുടെ അനുഭവം? അദ്ദേഹം പറയുണ്ടായി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പ്രതീതിയാണ് എനിക്ക് കാശ്മീരിൽ വരുമ്പോൾ ഉണ്ടായതെന്ന് ശ്രീ രാഹുൽജി പറയുകയുണ്ടായി. But after walking 3,500 kilometers, when I just came back to Wayanad, I'm also feeling as if I came home. ഞാൻ ഈ ഇത്രയധികം കിലോമീറ്ററുകൾ 3,500 കിലോമീറ്റർ യാത്ര ചെയ്ത് വയനാട്ടിലെത്തിയപ്പോൾ അതേ അനുഭവം തന്നെയാണ്, സ്വന്തം വീട്ടിലേക്ക് പോകുന്ന അനുഭവം തന്നെയാണ് എനിക്കുണ്ടായത് എന്നുള്ളതാണ് ഞാൻ പറയാനായി. I really appreciate that you don't treat me like a political leader, that you treat me like a family member. എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. ഞാനിവിടെ വരുമ്പോഴെല്ലാം എനിക്ക് കാണുന്ന കാഴ്ച, നിങ്ങളാരും എന്നെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത് എന്നുള്ളത് എനിക്കേറെ സന്തോഷം നൽകുന്നു. It's the most valuable thing that you do for me. ഇതാണ് എനിക്ക് നിങ്ങളിൽ നൽകുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യം എന്നുള്ള കാര്യം സൂചിപ്പിക്കട്ടെ. More important than the votes is that you treat me like family. നിങ്ങൾ എനിക്ക് നൽകുന്ന വോട്ടിനേക്കാൾ എത്രയോ പ്രാധാന്യമുള്ളതാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ ഒരു വലിയ മനോഭാവം. So thank you very much. നന്ദി.